നമസ്കാരം. റെഡി മിക്സ് കോൺക്രീറ്റ് രംഗത്ത് ഏതാണ്ട് 20 വർഷം മുമ്പ് തന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു കേരള സംരംഭമാണ് നെപ്റ്റ്യൂൺ. അതിൻ്റെ സാരഥിയായ, അതിൻ്റെ സ്ഥാപകനായ ശ്രീ അലക്സ് തോമസ് ആണ് ഇന്ന് നമ്മളുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭമായ ടിയാറ ഫുഡിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. നെപ്റ്റ്യൂണിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഇരുപത് വർഷം മുമ്പ് എങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്നുള്ള കമ്പനി തുടങ്ങിയത്? എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത്? എങ്ങനെയാണ് ശരിക്കും? അതൊരു വലിയൊരു കഥയൊന്നുമല്ല. ഞാൻ അതിനു മുമ്പ് സിമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന എല്ലാൻറ്റി സിമെൻറ്റ് എന്ന് പറഞ്ഞ് ഇന്ന് അതിന് അൾട്രാടെക് ബ്രാൻഡായിട്ട് മാറി. ആ ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറും C&F ഏജൻറ്റുമായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ബിസിനസ് നന്നായിട്ട് പോകുന്ന സമയത്ത് ഇനി മുമ്പോട്ട് എന്താണ് അടുത്ത ഒരു സംരംഭം എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് റെഡി മിക്സ് കോൺക്രീറ്റ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്, ലോകത്തിലെല്ലായിടത്തും തന്നെയുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് അത് വന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതിലേക്ക് കടന്നത്. ബൾബ് കത്തി അല്ലേ, ബൾബ് കത്തി. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇതിലേക്ക് കടന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവരും ഈ നോക്കുകൂലിയും മറ്റു കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണ് പലരും ഇതിനെക്കുറിച്ച് ഇവിടെ വന്ന് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ വലിയ സിമെൻറ്റ് കമ്പനികളാണ്, എല്ലാൻറ്റി അല്ലെങ്കിൽ അൾട്രാറ്റ്, ACC അല്ലെങ്കിൽ RMC, ഇങ്ങനത്തെ വലിയ കമ്പനികളാണ് റെഡിമിക്സ് തുടങ്ങിയിട്ടുള്ളത്. അവരൊക്കെ കേരളത്തിൽ വന്ന് പഠനം നടത്തി ഇവിടെ ചുമട്ടുകാരതിനെ എങ്ങനെ കാണും, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരെങ്ങനെ കാണും എന്നുള്ള ഒരു ഭയപ്പാടിലാണ് അവരാരും തുടങ്ങാതിരുന്നതെന്ന് മനസ്സിലായി. അപ്പം സിമെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തൊഴിലാളികളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അവരിലൊക്കെ വന്ന മാറ്റം കാണാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. കാരണം അവർക്കൊക്കെ സ്റ്റേക്കൊന്നും ഇല്ലായിരുന്നു സമൂഹത്തിൽ, നഷ്ടപ്പെടാൻ വിലങ്ങുകൾ മാത്രം എന്നുള്ളൊരു കാലമുണ്ടായിരുന്നു. അത് മാറി ഇവർക്കും എല്ലാം സമൂഹത്തിലൊരു സ്റ്റേക്ക് വന്നു. അവർ ആ സമയത്ത്, ഞാൻ പറയുന്ന ഒരു 20-25 കൊല്ലം മുമ്പിലത്തെ കാര്യമാണ്, എല്ലാവർക്കും ബൈക്കുണ്ട്, അല്ലെങ്കിൽ TV ഉണ്ട്, ബാങ്ക് ലോണുണ്ട്, പിള്ളേർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം അവരും സമൂഹത്തിലൊരു പാർട്ടായി. അപ്പം അവർ ഇങ്ങനെയൊരു പ്രസ്ഥാനം വരുമ്പോൾ അതിനെ വ്യത്യസ്തമായിട്ട് കാണും എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായത്. ഏതാണ്ട് 2003 തോന്നുന്നു, തുടങ്ങിയത് 2003. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിനെ കൊണ്ട് സ്ഥാപനത്തിനെ ഏറ്റെടുപ്പിക്കാനും പറ്റി. ആ ഒരു കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധൈര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഏറ്റെടുപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അവർ വന്നു, ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ തന്നു. അന്നത്തെ കാലത്ത് ഒരു ഏറ്റവും നല്ലൊരു ഓഫറാണ്. ഞങ്ങളുടെ കമ്പനിക്ക് നല്ലൊരു വില തന്നു. തന്നെയല്ല, എനിക്ക് അവിടെ ഒരു പ്രൊഫഷണൽ CEO എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു അവസരം, നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഓഫർ തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ചെറിയ കമ്പനിയുടെ പാർട്ടായിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കാം കുറച്ചുകൂടെ വലിയൊരു കമ്പനിയുടെ പാർട്ടാകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു ഡീലുണ്ടായത്. പക്ഷേ ഈ ഡീല് നടത്താനുള്ള സാഹചര്യങ്ങളൊന്ന് ഞാൻ അന്ന് നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന എന്താണെന്നും, ഇങ്ങനത്തെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടോ അല്ലെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, ഇത്തരം കാര്യങ്ങളും ഇത്തരം മെർജർ ആൻഡ് അക്വസിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയാവുന്ന പല സുഹൃത്തുക്കളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു അഡ്വൈസ് അങ്ങനെയൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡീല് നന്നായിട്ട് നടത്താൻ പറ്റിയത്. പക്ഷേ ഏറ്റവും പ്രധാനം, നെപ്റ്റ്യൂൺ അന്നും ചെറിയൊരു കമ്പനി ആയിരുന്നെങ്കിലും തുടങ്ങി കുറച്ച് കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു നല്ല റെഡിമിക്സ് കോൺക്രീറ്റ് കമ്പനിയായിട്ട് അറിയപ്പെട്ടു. അതുകൊണ്ടാണ് ഇവർ വന്ന് ഇങ്ങനെ ഒരു ഓഫർ തന്നത്. തീർച്ചയായിട്ടും അതും ഒരു നല്ലൊരു ടീം വർക്കാണ്. എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി നിന്നതുകൊണ്ട് നെപ്റ്റ്യൂണിന് നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന കമ്പനി, അല്ലെങ്കിൽ പ്രോഫിറ്റബിളായിട്ട് നടക്കുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിലൊരു പേര് അന്ന് ഈ ഇൻഡസ്ട്രിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് നേടാൻ പറ്റി. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കമ്പനി RDC കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവരെ ഓൺ ചെയ്യുന്ന, അന്ന് ഇന്ത്യ വാലി ഫണ്ട് എന്നറിയപ്പെടുന്ന, ഇന്ന് ട്രൂ നോർത്ത് എന്നറിയപ്പെടുന്ന കമ്പനി, ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ്. ഇങ്ങനെ ഒരു ഓഫർ അവർ തരാനും തന്നെയല്ല, എനിക്ക് അവിടെ ഒരു നല്ലൊരു സാലറിയിൽ ഒരു പ്രൊഫഷണലായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓഫർ വന്നത്. അത് മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാം ഒരു നല്ലൊരു ഡീലായിരുന്നു. അവർക്കൊരു ചെറിയ കമ്പനിയിൽ നിന്നൊരു വലിയ കമ്പനിയുടെ ഭാഗമാകാനും, സാധാരണ രീതിയിൽ വലിയൊരു കമ്പനി ചെറിയ കമ്പനി അക്വയർ ചെയ്താൽ വലിയ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്ന് ചെറിയ കമ്പനി മാനേജ് ചെയ്യുകയാണ്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഈ കമ്പനിയിലെ പലർക്കും ആ കമ്പനിയിൽ പോയി നല്ല പൊസിഷനുകൾ ജോലി ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് കിട്ടിയത്. എനിക്കും ഈ കമ്പനിയുടെ സൗത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കുറച്ചു കാലം എനിക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു? എനിക്ക് 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡീല് നടക്കുകയും ചെയ്തു അല്ലേ? അതെ.
ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു? ഇതിൻ്റെയും ക്യാപിറ്റൽ എനിക്ക് ഞാനത് പറയാൻ പറ്റും. എൻ്റെ ഒരു കോ പ്രൊമോട്ടർ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഞാനും കൂടെയാണ് ഇതിനുള്ള ക്യാപിറ്റൽ കൊണ്ടുവന്നത്. പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ പൂള് ചെയ്താണ് ഇതിന് വേണ്ട ഒരു ഇത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയിരുന്നു, അവർ തന്നൊരു ടേം ലോൺ നമുക്ക് ഇതിന് വളരെ സഹായകരമായിട്ടുണ്ട്. അതും അങ്ങോട്ട് കൂട്ടിയാണ് നമുക്കിതിന് വേണ്ട മെഷീനറിയും കാര്യങ്ങളൊക്കെ മേടിച്ചത്. അതേപോലെ തന്നെ ഞങ്ങളന്ന് ചെയ്ത ഒരു കാര്യം, പല എക്യുപ്മെൻറ്റും നമ്മുടെ ട്രാൻസിറ്റ് മിക്സർ പോലെ എക്യുപ്മെൻറ്റ് നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുന്നതിന് വരെ നമ്മളത് വാടകയ്ക്ക് എടുത്തിരുന്നു. ഞങ്ങൾ ഏറ്റവും അത്യാവശ്യമുള്ള എക്യുപ്മെൻറ്റ് മാത്രമേ നമ്മൾ മേടിച്ചുള്ളൂ. അപ്പം ഒരു ചുരുങ്ങിയ ചിലവെന്ന് ഞാൻ പറയുന്നില്ല. അന്ന് എനിക്കൊന്നൊരു 2-2.5 കോടി രൂപ 2001-2002 പീരീഡിൽ നമ്മൾ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി വരാവുന്ന പല ചിലവുകളും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാതെ ലീസ് പോലെയുള്ള ലോങ് ടേം അറേഞ്ച്മെൻറ്റ് വഴിയാണ് നമ്മളിത് ചെയ്തത്. 3 വർഷം കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഇതിന് നമുക്ക് തീർച്ചയായും 3 വർഷം കൊണ്ട് നമുക്കിതിന് ഏകദേശം ഒരു 5-6 ടൈംസ് നമുക്ക് വാല്യുവേഷൻ കിട്ടി. അതൊരു വലിയൊരു കാര്യമാണ്. അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. അത് നമ്മൾ കമ്പനിക്കൊരു നല്ല പേരുണ്ടായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് സഹപ്രവർത്തകർക്കും എല്ലാവർക്കും, ഞങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കാര്യമാണ്. 2006 ഈ ഡീൽ നടക്കുന്നത്. അപ്പോൾ 2006 വലിയൊരു വിജയത്തിൽ നിന്ന് 2015-16 കാലത്ത് അല്ലേ, ഏതാണ്ട് ഒരു 10 വർഷം കൊണ്ട് വലിയൊരു തിരിച്ചടിയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സംരംഭം തുടങ്ങി അത് പ്രതിസന്ധിയിലേക്ക് പോയി. ഈ 2 സമയത്തും നമ്മളുടെ കുടുംബവും സുഹൃത്തുക്കളും എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? എങ്ങനെയാണ്, അതായത് വിജയത്തിൻ്റെ സമയത്തും തിരിച്ചടിയുടെ സമയത്തും? തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം ഭാഗ്യമുണ്ടെന്ന് പറയാം. നമ്മുടെ കൂട്ടത്തിൽ വിജയത്തിൽ അഹങ്കരിക്കാത്ത, അല്ലെങ്കിൽ തിരിച്ചടികളിൽ ഇതിങ്ങനെ ഞങ്ങൾക്ക് വന്നല്ലോ എന്ന് ചിന്തിക്കാത്ത ഒരു ഫാമിലി നമുക്കുണ്ടായത്. എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയും അല്ലെങ്കിൽ ഒരു ലാർജർ ഫാമിലിയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ. അതൊക്കെയാണ് നമുക്ക് ഈ പ്രതിസന്ധികളെ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ, ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും എനിക്ക് ഇപ്പോൾ അടുത്ത കാലത്താണെങ്കിലും ഞാൻ നെപ്റ്റ്യൂണിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 13 കൊല്ലമായി. എങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നെപ്റ്റ്യൂണിലെ എൻ്റെ പഴയ സഹപ്രവർത്തകർ, അവരവിടെ മറ്റ് പല കമ്പനികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ വിളിക്കാനുള്ള എന്തെങ്കിലും എനിക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും അത് മേടിക്കാനുള്ളൊരു ഫ്രീഡമുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു തിരിച്ചടി ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രതിസന്ധികളെ നേരിടുക എന്നുള്ളതാണ് ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ. നമ്മളിതിന് പകരം സമൂഹത്തെയും ഗവൺമെൻറ്റിനെയും നമ്മുടെ ചുറ്റുമുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം ഇതിന് എന്ത് പരിഹാരം നമുക്ക് കാണാൻ പറ്റുമെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു സംരംഭകൻ്റെ ഉത്തരവാദിത്തം. കേരളത്തിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇല്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് താങ്കൾ 2 സംരംഭങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങി ഈ നിലയിലേക്ക് വളർത്തിയത്. കേരളത്തിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ശരി, ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്. അതായത് ആത്മാഭിമാനത്തോടുകൂടി ബിസിനസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഞങ്ങളുടെ ഈ ടിആർ ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയ സംരംഭമല്ല, കുറച്ച് കാലമായി. എങ്കിലും രണ്ടാമത്തെ സംരംഭത്തിന് നമ്മൾ ഒരു പൈസ പോലും കൈക്കൂലി കൊടുക്കാതെയാണ് നമ്മളതിന് വേണ്ട ഒരു 25 കോടി രൂപയോളം നമ്മളതിന് മുതൽ മുടക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വേറെ സ്റ്റേറ്റിലാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കേരളത്തിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് നേരിട്ടുള്ളൊരു അനുഭവമാണ്. പല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പം നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, രാഷ്ട്രീയ പാർട്ടികൾ, ഗവൺമെൻറ്, തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ കാര്യമായൊരു പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് പിടിച്ചു തന്നത്. ഇതൊന്നും ഒരു ക്വിറ്റ് പ്രോക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുത്തിട്ടല്ല. ഒരു നല്ല സംരംഭം ഒരാൾ തുടങ്ങുന്നു, അതിനെ സഹായിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഗവൺമെൻറ് നമ്മളെ സഹായിച്ചത്. തിരിച്ച് ഞങ്ങളൊരു ബുദ്ധിമുട്ടുകൂടെ പോകുന്നു, ഗവൺമെൻറ്റിൻ്റെ സഹായവും നമുക്ക് ആവശ്യമുണ്ട്. ഗവൺമെൻറ് സഹായിച്ചത് ഞങ്ങളുടെ ലോൺ KSIDCയിൽ നിന്നാണ്. KSIDC കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ്. അപ്പം അവിടെയൊക്കെ നമുക്കൊരു സഹായം കിട്ടണമെങ്കിൽ KSIDCയിലുള്ള ആൾക്കാർക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മന്ത്രിമാരുടെയൊക്കെ സഹായം നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VL സുനിൽകുമാർ, കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല സംരംഭം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യമായൊരു സഹായം കിട്ടി. അതുപോലെ അന്നത്തെ മിനിസ്റ്റർ, വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ, ഇവരൊക്കെ ഒരു നല്ല സംരംഭം ആണ്, ഇത് നശിച്ചു പോകരുതെന്നുള്ള രീതിയിൽ അതിനായിട്ട് വേണ്ട ഒരു പ്രോത്സാഹനം, പിന്തുണയും അവർ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിലാണെങ്കിൽ ഇപ്പോഴത്തെ മിനിസ്റ്ററൊക്കെ ഒരു വിഷണറി ആയിട്ടൊരാളായിട്ടാണ് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇത് ഞാൻ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം, നമുക്കൊരാവശ്യമുണ്ട് ഒരു മന്ത്രിയെ നേരെ പോയി കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കൊരാവശ്യമുണ്ട്, എനിക്കൊരാവശ്യമുണ്ട്, എനിക്ക് ഇതുണ്ട്. അതുപോലെ IASകാരുടെ അടുത്താണേലും, പക്ഷേ നമ്മളത് ചെല്ലണം. അത് ചെല്ലാനുള്ള ഇത് കാണിക്കാതെയാണ്, അല്ലെ അത് അങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് തിരിച്ചറിയാതെയാണ് പലപ്പോഴും ആൾക്കാർ കേരളത്തിൽ ബിസിനസ്സിന് ഈ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള, കേരളത്തിൽ ബിസിനസ് നടത്തുന്ന പല ആൾക്കാരും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ പറ്റുന്ന പലരും കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം
തീർച്ചയായിട്ടും വ്യത്യസ്തമാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെ രാഷ്ട്രീയമായിട്ടോ ബിസിനസ്സായിട്ടോ ഒരു പാരമ്പര്യമോ ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഭാഗ്യത്തിന് വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ബാക്കിയൊക്കെ എൻ്റെ ഒരു ആഗ്രഹം അല്ലെ ഇതും ബാക്കി ഒത്തിരി ആൾക്കാരെ സഹായിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. അപ്പം ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും തീർച്ചയായിട്ടും കേരളത്തിലൊരു നല്ല സംരംഭം തുടങ്ങാനും മുമ്പോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്നാൽ അതിനെ മറികടക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. പുതു സംരംഭകരോട് എന്താണ് പറയാനുള്ളത്? ശരി, ഈ ഇത്രയും 2 സംരംഭങ്ങൾ പടുത്തുയർത്തിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് പടുത്തുയർത്തി എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എങ്കിൽ 2 സംരംഭം തുടങ്ങി കുഴപ്പമില്ലാതെ പോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയും, നമ്മളൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം, ഇത് ലാഭകരമാകാൻ എന്താണെങ്കിലും കുറച്ച് സമയമെടുക്കും. അതുവരെ എനിക്ക് മുമ്പോട്ട് പോകാൻ അല്ലെ കമ്പനിക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ എൻ്റെ കുടുംബത്തിന് ഒരു ആവശ്യം എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് വേണം ഇറങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാനും അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് പല അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അപ്പം ഇതിലേക്ക് ഏതെങ്കിലും സംരംഭത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ, എസ്പെഷ്യലി വേറൊരു ബിസിനസ്സോ വേറൊരു ഇതോ ഇല്ലാതെ ഇറങ്ങുന്നവർ, അത് സൂക്ഷിച്ച് അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ നമുക്ക് ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് 3 ക്യാപിറ്റലാണ്. ഒന്ന് നമ്മുടെ നോർമൽ ക്യാപിറ്റൽ ഫിനാൻസ്, രണ്ടാമത്തേത് സോഷ്യൽ ക്യാപിറ്റൽ. നമുക്ക് സമൂഹമായിട്ട് ഇടപഴകാനും അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരായിട്ട് ഇടപഴകാനും നമ്മുടെ കസ്റ്റമേഴ്സ് സപ്ലൈസ് അവരുമായിട്ട് ഒരു നല്ല രീതിയിൽ ഇടപഴകാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അത് മറ്റുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് നമുക്ക് സഹായകരമാകും. അപ്പം എനിക്ക് ഈ സംരംഭകത്തിലൊക്കെ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു കാര്യം എൻ്റെ വായനാശീലമാണ്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞാൻ വായിക്കും, അല്ലെ എല്ലാ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വലിയ കഴിവുണ്ടാകും. അതുപോലെ മറ്റാൾക്കാരോട്ട് സംവദിക്കാനും. ഇപ്പം ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനികളായ റിലയൻസ് ഉണ്ട്, ഫ്ലിപ്കാർട്ടുണ്ട്, വിപ്രോ ഉണ്ട്, അല്ലെങ്കിൽ യുണിബിക്ക്, ഈ കമ്പനികളൊക്കെ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പം അവരുടെയൊക്കെ ഒപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊരു കഴിവ് അല്ലെങ്കിൽ ഇത് ഞാൻ പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ്. മൂന്നാമതൊരു സംരംഭം ഏറ്റവും വേണ്ട ഒരു കാര്യം, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറയാനുള്ളൊരു മൈൻഡാണ്. ഞാൻ പലപ്പോഴും പലരെയും കണ്ടിട്ടുള്ള ഒരു കാര്യം, ആ ഒരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ പരിഹരിക്കാവുന്നത് അതൊരു വലുതാകുകയും അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു ഗുണമുണ്ടായത്, ഞാൻ പറഞ്ഞ പോലെ മറ്റാൾക്കാരുടെ സഹായം കിട്ടാനൊരവസരം ഉണ്ടായിരുന്നു, അത് മേടിക്കാനും എന്നെക്കൊണ്ട് പറ്റി. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറയാനും സഹായം മേടിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാകണം. അതുപോലെ നമ്മുടെ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ നമ്മളത് മുന്നിട്ട് നിന്ന് പരിഹരിക്കാൻ ശ്രമിക്കണം. ഒരു കസ്റ്റമറിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരോട് സംസാരിക്കണം. കാരണം ഒരു പ്രൊമോട്ടർ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പലപ്പോഴും ഞാൻ കാണുന്ന പല പ്രൊമോട്ടർമാരും ആരെങ്കിലുമൊക്കെ അതിലേക്ക് വിടും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ദി ഇൻകൺവീനിയൻസ് കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമ്പോൾ തന്നെ ഒരു പ്രശ്നത്തിൻ്റെ 90% അവിടെ പരിഹരിക്കപ്പെടും. നമ്മളത് ആ പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു, ഞങ്ങളുടെ കുഴപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് ഞങ്ങൾ അതിനുള്ള ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് കസ്റ്റമറിന് അതൊരു നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ കസ്റ്റമറിനെ നമ്മൾ തന്നെ നേരിട്ട് അവരോട് സംസാരിക്കുമ്പോഴും കസ്റ്റമറിന് അത് കുറച്ചുകൂടി ഒരു ഇമ്പ്രസീവ് ആകും. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഒരു പ്രൊമോട്ടർ എപ്പോഴും മുമ്പിൽ നിൽക്കേണ്ടത്. നല്ല ക്രെഡിറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഹപ്രവർത്തകർക്ക് കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് മുന്നിട്ട് നിൽക്കുകയും സഹപ്രവർത്തകരെയൊക്കെ അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയും ചെയ്ത് കഴിയുമ്പോൾ അവരുടെയും ബഹുമാനം, കസ്റ്റമേഴ്സിൻ്റെ ബഹുമാനം നമുക്ക് വാങ്ങാൻ പറ്റും. പ്രതിസന്ധി ഒരു സംരംഭകൻ്റെ അവസാനമല്ലെന്ന് തെളിയിക്കുകയാണ് ശ്രീ അലക്സ് തോമസ്. ഇതുപോലെ പ്രതിസന്ധികളെ അതിജീവിച്ച മറ്റൊരു സംരംഭകനുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.